നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. മലപ്പുറം വളാഞ്ചേരിയിൽ ലഹരി സംഘത്തിലുള്ളവർക്ക് HIV ബാധ. ഒരു സംഘത്തിലെ 9 പേർക്കാണ് HIV സ്ഥിരീകരിച്ചത്. ജനുവരിയിൽ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി ലൈംഗിക തൊഴിലാളികൾ, ലഹരി ഉപയോഗിക്കുന്നവർ എന്നിവർക്കിടയിൽ നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിൽ വളാഞ്ചേരിയിലെ ഒരു വ്യക്തിക്ക് HIV സ്ഥിരീകരിക്കുകയായിരുന്നു. ആ വ്യക്തിയെ കേന്ദ്രീകരിച്ച് ആരോഗ്യവകുപ്പ് നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ ഒരു ലഹരി സംഘത്തിനെ കുറിച്ച് വിവരം ലഭിക്കുന്നത്. തുടർന്ന് ലഹരി സംഘത്തിലെ മുഴുവൻ ആളുകളെയും പരിശോധനയ്ക്ക് വിധേയരാക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സംഘത്തിലെ 9 പേർക്കും HIV സ്ഥിരീകരിച്ചത്. ഇതിൽ 3 പേർ ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. ഒരേ സിറിഞ്ച് ഉപയോഗിച്ച് ഇവർ ലഹരി ഉപയോഗിച്ചതുമൂലമാണ് രോഗബാധയിലേക്ക് നയിച്ചതെന്ന് DMO ഡോക്ടർ ആർ രേണുക പറഞ്ഞു. ഹൈ റിസ്ക് ആയിട്ടുള്ള പോപ്പുലേഷൻ, പ്രത്യേകിച്ച് ഇതുപോലെ IV ഡ്രഗ് യൂസേഴ്സ്, അതുപോലെ സെക്സ് വർക്കേഴ്സ്, അങ്ങനെയുള്ള ആളുകളെ സ്ക്രീൻ ചെയ്യുന്നുണ്ട്. കാരണം HIV ഉണ്ടോ എന്നുള്ളതിന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു സർവേയാണ്. ഇവരെ അടുത്ത് നമുക്ക് ചെല്ലുക എന്നുള്ളതും ഈ HIV സ്റ്റാറ്റസ് അറിയുക എന്നുള്ളതും വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനായിട്ടുള്ള സ്റ്റാഫ് ഇവരെ സ്ക്രീൻ ചെയ്തു. ഈ ഹൈ റിസ്ക് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തുകയും അതിലൊരു വ്യക്തിയെ കണ്ട് അവരെ കൗൺസിൽ ചെയ്ത് ടെസ്റ്റിന് വിധേയമായപ്പോഴാണ് ഇങ്ങനെ അവർക്ക് HIV പോസിറ്റീവ് ആണെന്ന് കാണുകയും പിന്നീട് അവരിൽ നിന്ന് ചോദിച്ചിട്ടാണ് നമുക്ക് ഈ കഴിഞ്ഞ 2 മാസമായിട്ട് നമുക്ക് 10 പേരെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഇതിപ്പോൾ സംസ്ഥാനം, നമ്മുടെ ജില്ലയിൽ തന്നെ മറ്റ് സ്ഥലങ്ങളും ഉണ്ടാകാം. വളാഞ്ചേരിയിൽ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളിൽ നമ്മൾ കണ്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ പോസിറ്റീവായിട്ട് ഒരു HIV പേഷ്യൻ്റ് പോസിറ്റീവായിട്ടുള്ള ഒരാൾ ഉപയോഗിച്ച നീഡിൽ മറ്റുള്ളവരും ഉപയോഗിക്കുന്നുള്ളതാണ് നമുക്കിതിൽ ഏറ്റവും പേടിക്കേണ്ട ഒരു കാര്യം. പ്രത്യേകിച്ച് ഡ്രഗ് അബ്യൂസേഴ്സ് എന്തെങ്കിലും അവരത് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിൻ്റെ ഒപ്പം തന്നെ HIV പോസിറ്റീവായിട്ടുള്ള ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് HIV ആക്ട് വളരെ ശക്തമായിട്ടൊരു ആക്ട് ഉണ്ട്. നമുക്ക് അപ്പോൾ ഇവരെ നമ്മൾ സ്ക്രീൻ ചെയ്ത് കൗൺസിലിംഗ് നടത്തി അവരെ ചികിത്സയിലേക്ക് കൊണ്ടുവരണം. മറ്റുള്ളവരെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ പോലും നമ്മൾ ഇവർക്ക് കൃത്യമായ കൗൺസിലിംഗും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടേ നമുക്ക് അവരെ ടെസ്റ്റിങ്ങിന് പോലും കൊണ്ടുവരാൻ കഴിയുള്ളൂ. സ്ഥിരീകരിച്ച മുഴുവൻ ആളുകൾക്കും കൃത്യമായ കൗൺസിലിംഗ് നൽകി ചികിത്സ ഉറപ്പുവരുത്തുമെന്നും DMO അറിയിച്ചു. ചാനൽ 10 മലപ്പുറം. Serene ambience, total indulgence, traditional but revolutionary, sensible diversity, shopping aspirations beyond everyone's expectations, progressive home electronics, luminous hand-picked fruits, freshest veggies, finest groceries, enticing gifts, crockeries, and cosmetics. The value that always meets your expectations. Jamjoom Hypermarket, exceeding expectations.